50 വർഷങ്ങൾക്ക് മുൻപ് 2 യുവാക്കൾ ചേർന്ന് രൂപപ്പെടുത്തിയ വിശുദ്ധ യൗസേപ്പിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ഇന്ന് അനേകായിരങ്ങളെ യൗസേപ്പ് പിതാവ് വഴി കർത്താവിലേക്ക് അടുപ്പിച്ച് ഒരു ദേവാലയത്തെ തീർത്ഥാടന കേന്ദ്രമാക്കി. കായൽപ്പുറം സെന്റ് ജോസഫ് പള്ളിയിലെ ദൈവപരിപാലനയുടെ ചരിത്രത്തിലേക്ക് കായൽപ്പുറം നിവാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരവും അഭിമാനവുമാണ് ഈ ദേവാലയത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന. അതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ മധ്യസ്ഥ പ്രാർത്ഥന രചിച്ചത് മെത്രാന്മാരോ വൈദികരോ സന്യസ്തരോ അല്ല, മറിച്ച് ഈ ഇടവകയിലെ ഒരു വിശ്വാസിയായ ബഹുമാനപ്പെട്ട ടി തോമസ് സാറാണ്. സാറിൻ്റെ മനസ്സിലുദിച്ച ആശയങ്ങളാണ് ഈ നൊവേനയിലൂടെ പ്രകടിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നതും ഈ ഇടവക്കാരനായ ശ്രീ ബാബു പരുവപ്പറമ്പിൽ അവരുകളാണ്. അതുപോലെ ഈ നൊവേന രചിക്കപ്പെട്ട അഭിയുന്നി പിതാവിനെ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തയെ ഏൽപ്പിച്ചപ്പോൾ മെത്രാപ്പൊലിത്തയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. അഭിയുന്നി പിതാവ് സന്തോഷത്തോടെ അതിന് അംഗീകാരം നൽകുകയാണ് ചെയ്തത്. എന്നാൽ പിൽക്കാലത്ത് ഈ അടുത്ത കാലത്ത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ എല്ലാ നൊവേനകളും ഏകീകരിക്കപ്പെട്ടെങ്കിലും കായൽപ്പുറത്തെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നൊവേന പഴയപടി തന്നെ തുടരുവാനായിട്ട് പ്രത്യേക അനുവാദം നൽകി എന്നതാണ് ഈ നൊവേനയുടെ വലിയൊരു സവിശേഷത. 50 വർഷം മുമ്പ് ആരംഭിച്ച ആ നൊവേനയുടെ 50ാമത് വർഷത്തിന് സമാപനമാണ് ഈ വർഷം നടന്നത്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥ വഴിയായി നിരവധി അനുഗ്രഹങ്ങളാണ് ഈ പ്രദേശവാസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിരുന്നു ഇങ്ങനൊരു നൊവേന എഴുതാനായിട്ട് പ്രേരിപ്പിച്ചത്. ഈ പള്ളിയുടെ ആരംഭകാലം മുതലേ പ്രദേശവാസികളായ ജനങ്ങൾ യൗസേപ്പ് പിതാവിൽ വളരെ ഭക്തിയുള്ളവരായിരുന്നു. ഈ പുളുങ്കുന്ന് ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറ് തീരമാണ് കായൽപ്പുറം എന്ന് പറയുന്നത്. ഇവിടുന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കണ്ണത്ത ദൂരത്തോളം ഇലയിലകളാണ്. അവിടെയാണ് കൃഷിക്കായിട്ട് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അത് പുളുങ്കുന്ന്, പുന്നക്കുന്നം, മങ്കൊമ്പ്, ചമ്പക്കുളം ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെയും കായൽ കൃഷിക്ക് പോകേണ്ടത് ഇവിടെ വന്നിട്ടായിരുന്നു. അപ്പോൾ കായൽ കൃഷി എന്ന് പറയുന്നത് ഒരു ഗാംബ്ലിങ് പോലെയായിരുന്നു. മൺസൂണിനുള്ള ഒരു ചൂതാട്ടം പോലെ. പ്രകൃതിക്ഷോഭവും രോഗബാധയും ഒക്കെയാണ് കർഷകരെ വേദനിപ്പിച്ചിരുന്നത്. ആ സാഹചര്യങ്ങളിലൊക്കെയും യൗസേപ്പ് പിതാവിൻ്റെ ആശ്രയം തേടുന്നത്, മാധ്യസ്ഥം തേടുന്നത് ഒരു പതിവായി. ജാതി മതവ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് ജനങ്ങൾ യൗസേപ്പ് പിതാവിനോട് ഭക്തി പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷേ ഒരു പ്രത്യേകത, അന്ന് വരെ സംഘമായി ചെല്ലാവുന്ന ക്രമമായി രചിക്കപ്പെട്ട ഒരു നൊവേന ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ആളുകളൊക്കെ വന്ന് വ്യക്തിഗതമായ പ്രാർത്ഥന നടത്തി പോകുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ കൂട്ടപ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം ഏറെ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പം ഇവിടെ അന്നൊക്കെ യുവദീപ്തി വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന കാലം കായൽപ്പുറത്തുള്ളത്. യുവദീപ്തി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും അന്നത്തെ വികാരിയായിരുന്ന എമ്മാനുവൽ നെല്ലുവേലച്ചൻ ഇതിൻ്റെയൊക്കെ താല്പര്യപ്രകാരം ഈ നൊവേനയ്ക്ക് രൂപം കൊടുത്തു. എന്നോട് അച്ഛനും ഈ സുഹൃത്തുക്കളും എല്ലാം കൂടെ ആവശ്യപ്പെട്ടു ഇങ്ങനൊരു നൊവേന എഴുതണം. പുതിയതായി നൊവേന എഴുതുമ്പോൾ അതിൽ ലിറ്റർജിക്കൽ പെർഫെക്ഷൻ ഉണ്ടായിരിക്കണമെന്ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു.
അത് വളരെ സൂക്ഷിച്ച് പ്രാർത്ഥനാപൂർവമാണ് ഇത് എഴുതിയത്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക. എൻ്റെ കഴിവിനേക്കാളുപരി യോസേപ്പ് പിതാവിൻ്റെ ഒരു അനുഗ്രഹവും ദൈവാനുഗ്രഹവും ഉള്ളത് കൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് ആ നൊവേന എഴുതാൻ കഴിഞ്ഞു മനസ്സിലാക്കാൻ. പാട്ടുകൾ പ്രധാനപ്പെട്ടതായിരുന്നു. ലളിതമായ ഭാഷയിൽ ആളുകൾക്ക് ഗ്രഹിക്കത്തക്ക രീതിയിൽ ഉള്ള പാട്ടുകളാണ് എഴുതിയത്. അതിൻ്റെ ആകർഷകമെന്ന് പറയുന്നതിൻ്റെ ട്യൂണാണ്. എൻ്റെ സുഹൃത്ത് തന്നെയായ ബാബു പരുവപ്പറമ്പിൽ, അദ്ദേഹമാണ് അതിന് മ്യൂസിക് നൽകിയത്. വളരെ ജനകീയമായി ഏറ്റുപാടാൻ കഴിയുന്ന തരത്തിലുള്ള മ്യൂസിക്കായിരുന്നു. നിറയും നിൻ കാരുണ്യം തൂകണേ, എളിയോരാം ദാസരി ഞങ്ങളിൽ സന്താപമേതുമകറ്റണേ, സന്തുഷ്ടരാക്കണേ ഞങ്ങളെ. ഞാൻ ഈ പള്ളിയിലേക്ക് കടന്നു വന്നത് 12 വയസ്സിൽ പാടിയാണ് കാൽപ്പത്തുള്ളിൽ കടന്നു വന്നത്. അന്ന് തൊട്ട് പള്ളിയോട് വളരെ ഔസേപ്പിതാവിനോടും വളരെ ഭക്തിയാദരപൂർവ്വമാണ് ഈ കാര്യങ്ങളിലേക്ക് എല്ലാ രംഗത്തും എനിക്കതിനൊരു വലിയ ഒരു സജീവ സാക്ഷ്യമുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക്. അപ്പം ഞങ്ങളിങ്ങനെ യുവദീപ്തി വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ച കാലഘട്ടം, പ്രായങ്ങളൊക്കെ കടന്ന് 18-20 വയസ്സിലേക്ക് കടന്നപ്പം ഞങ്ങളിങ്ങനെ ഒത്തിരി പേര് ഔസേപ്പിതാവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും നിരന്തരമായിട്ട് ഈ വള്ളത്തിൽ ഇങ്ങനെ കായലിലേക്കൊക്കെ പോകുന്ന ആളുകളും അതിനൊക്കെ തൊഴിലാളികളും കർഷകരും ഇവിടുത്തെ ജനങ്ങളും എല്ലാം ഔസേപ്പിതാവിൻ്റെ മുന്നിൽ വന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. അവർ മാർച്ച് 19 ഊട്ട് തിരുനാൾ, അതുപോലെ തന്നെ മധ്യസ്ഥ തിരുനാൾ, ഇവിടെയൊക്കെ ഈ കൊല്ലംകാരും അവരൊക്കെ വന്നിങ്ങനെ താമസിച്ച് നിന്നുകൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്ന കാഴ്ച സത്യമെങ്കിൽ ആ ഒരു കാലഘട്ടം ഇവിടുത്തെ യുവജനങ്ങൾക്കതൊരു വലിയൊരു ഔസേപ്പിതാവിനെ ഒന്ന് ജനത്തിൻ്റെ മുൻപിൽ ഒന്ന് അവതരിപ്പിക്കണം, അതിന് ഒരു വേദി ഉണ്ടാകണം. തീർച്ചയായിട്ടും നമുക്കൊരു നൊവേന അന്നിരുന്ന എമ്മാനുവൽ അച്ഛന് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അന്നത്തെ തൊമ്മൂൽ സാറ് അന്ന് ഉടനെ തന്നെ അതിനു വേണ്ടി തയ്യാറാകുകയും അങ്ങനെ ഒരു നൊവേന എഴുതുകയും ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു അൽമേനി ഇതുപോലൊരു നൊവേന എഴുതുവാനായിട്ട് അദ്ദേഹത്തിന് പ്രേരണ കിട്ടിയത് തീർച്ചയായിട്ടും അന്നത്തെ യുവജനങ്ങളുടെ ആ ഒരു ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ഔസേപ്പിതാവിൻ്റെ ഇടയിലേക്ക് ആളുകൾ ഇറങ്ങി വരുന്ന ഭക്തിയാദരപൂർവ്വം പങ്കെടുക്കുന്ന ആ പ്രാർത്ഥനകളിലുമൊക്കെ. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, നിനക്ക് ഗാനങ്ങൾ എഴുതിയാൽ ട്യൂൺ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ കൂടുതലായിട്ടൊന്നും ഒത്തിരി പഠിച്ചിട്ടില്ല, എങ്കിലും ഞാൻ നോക്കാം. അങ്ങനൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ പാട്ടുകൾക്കെല്ലാം ഈണം പകരാനായിട്ട് എനിക്ക് തന്നെ ഒരു അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും അത് ആളുകളുടെ എല്ലാം ഇന്നൊരു വാഗ്ധോരണി പോലെ ഇങ്ങനെ വാക്കുകളിലൂടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ട് എല്ലാവർക്കും പാടത്തക്ക വിധത്തിൽ വളരെ ലളിതമായ രീതിയിൽ അത് ട്യൂൺ ചെയ്യാൻ സാധിച്ചതിൽ വളരെ അഭിമാനമുണ്ട്. അത് ഏതാണ്ട് ഒരു 22 വയസ്സ് കാലഘട്ടത്തിലാണ്. അങ്ങനെ മനോഹരമായ ഗാനങ്ങളോടുകൂടി നൊവേന ആരംഭിച്ചു. അത് ജനത്തിൻ്റെ ഇടയിൽ വലിയ ആവേശമായി മാറി. പൊളുകുന്ന്, കണ്ണാടി, കാവാലം, പുന്നക്കുന്ന്, തുശ്ശേരി, മങ്കൊമ്പ് ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വരാൻ തുടങ്ങി. അതിന് നമുക്കുണ്ടായിരുന്ന സന്തോഷമെന്ന് പറയുന്നത് നൊവേന എഴുതി കഴിഞ്ഞ് നമുക്കതിന് ഇംപ്രിമാത്തൂർ അംഗീകാരം വേണം. അന്ന് പൗത്തി പിതാവ് സഹായമെത്രാനാണ്. അദ്ദേഹം എൻ്റെ ഗുരുസ്ഥാനീയൻ കൂടിയാണ്. അദ്ദേഹം അവിടെ പ്രൊഫസറായിരിക്കുമ്പോൾ ഞാനവിടെ വിദ്യാർത്ഥിയാണ്. ആ പരിചയവും ഒക്കെ ഉണ്ടായിരുന്നു. ആ പിതാവിൻ്റെ അടുത്ത് നൊവേന കൊണ്ട് കൊടുത്തു. പിതാവ് വളരെ ശ്രദ്ധാപൂർവം വായിച്ചു. ആ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമായി. എന്തോ അദ്ദേഹത്തിൻ്റെ അഭിനന്ദനമാണ് പിന്നീട് കിട്ടിയത്. അഭിനന്ദിച്ചു. അന്നത്തെ അവിടുത്തെ ലിറ്റർജി കമ്മിറ്റിക്ക് കൊടുത്തു. ലിറ്റർജി കമ്മിറ്റി അത് അംഗീകരിച്ചപ്പോൾ പിതാവ് തോളത്ത് തട്ടി, നന്നായിരിക്കുന്നു, നിങ്ങൾക്ക് ഇത് തുടരാം എന്ന് പറഞ്ഞ് ബുധനാഴ്ചകളിൽ വൈകുന്നേരങ്ങളിലായിരുന്നു നൊവേന ഇവിടെ. വൈകുന്നേരം 4:30 ഇവിടെ നൊവേന നടക്കുമ്പോൾ
ഈ പ്രദേശത്തു നിന്നുള്ള ആളുകൾ ധാരാളമായി വന്നുകൂടുമായിരുന്നു. അനുഭവ സാക്ഷ്യങ്ങൾ വന്നതോടുകൂടി നൊവേന കൂടുതൽ ജനകീയമാവുകയും ഒരുപാട് ആളുകൾക്കത് പ്രചോദനമാവുകയും ചെയ്തു. അങ്ങനെ നൊവേനയുടെ പ്രസിദ്ധി മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വർദ്ധിച്ചു. ബുധനാഴ്ചകൾ തോറുമുള്ള നൊവേനകൾ കൂടാതെ തിരുനാളിനോടനുബന്ധിച്ചും നൊവേന ഉണ്ടായിരുന്നു. 2 പ്രധാനപ്പെട്ട തിരുനാളുകളാണ് ഈ പള്ളിയിലുള്ളത്. ഒന്ന് മാർച്ച് 19 മരണത്തിരുനാൾ. അതോടനുബന്ധിച്ച് 10 ദിവസം തുടർച്ചയായി നൊവേനയുണ്ട്. ആ അവസരങ്ങളിൽ ധാരാളം ആളുകൾ വന്നു ചേരും. കൂടാതെ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന 3-ാമത്തെ ഞായറാഴ്ചയാണ് ഇടവക തിരുനാൾ, മധ്യസ്ഥ തിരുനാൾ. അതോടനുബന്ധിച്ചും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നൊവേനകൾ ഉണ്ട്. ഈ 2 സാഹചര്യങ്ങളിലും ധാരാളമായിട്ട് ആളുകൾ നൊവേനയിൽ പങ്കുചേരും. അനുഭവ സാക്ഷ്യങ്ങൾ ഇപ്പോഴൊക്കെയും വിശ്വാസികൾക്ക് പ്രചോദനമായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനകളുടെയൊക്കെ പശ്ചാത്തലം ഇവിടം തന്നെയാണ്, ഈ ജനങ്ങളാണ്, അവരുടെ ജീവിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കർഷകരും കർഷക തൊഴിലാളികളും കൃഷിയും കൃഷി അനുബന്ധ തൊഴിലും ചെയ്യുന്ന ആളുകളാണ് ഇവിടെ അധിവസിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതായത് ഒരു പ്രാർത്ഥന തന്നെ അങ്ങനെയുണ്ട്. പ്രകൃതിക്ഷോഭവും കീടബാധയും മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമേ ഉണ്ട്. യുവജനങ്ങളുടെ കാര്യമുണ്ട്. യുവജനങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ഉള്ള പ്രാർത്ഥനയുണ്ട്. രോഗികൾക്കും കുട്ടികൾക്കും തൊഴിലാളികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകൾക്കൊക്കെയും തങ്ങളുടെ ജീവിതവുമായൊരു ബന്ധമുള്ളതുകൊണ്ട് ഓരോരുത്തരുടെയും അനുഭവമാണിത് നൊവേന എന്ന ഒരു തോന്നൽ അവർക്ക് വരാറുണ്ട്. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു താങ്ങും തണലുമാണ് യൗസേപ്പിതാവ് എന്നൊരു തോന്നൽ, എന്നൊരു വിശ്വാസം, എന്നൊരു അനുഭവം എല്ലാ മതസ്ഥർക്കും ഉണ്ടായി തുടങ്ങി. അതുകൊണ്ട് ഒരു ശാന്തി ഭൂമിയാണ് ഇവിടം. ഒരു തരത്തിലുള്ള കലാപങ്ങൾ, വർഗീയ ലഹളകളോ വിഭജന ചിന്തകളോ ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഒരു വികാരമായി മാറും. മരണത്തിരുന്നാളും ഒക്കെ വരുമ്പോൾ എല്ലാ ജനങ്ങളും ഒന്നിച്ചു ചേർന്നാണ് അതിനുള്ള സദ്യ ഒരുക്കുന്നതും വിഭവങ്ങൾ ശേഖരിക്കുന്നതും അത് വിളമ്പുന്നതും ഒക്കെ. അവിടെയെങ്ങും ജാതി മത ഭേദമൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഒരു ശാന്തിഭൂമിയായി ഇവിടെ നിലകൊള്ളുന്നു എന്ന് പറയുന്നത്. മധ്യസ്ഥ തിരുനാളിനും ഇതേ അനുഭവം തന്നെയാണുള്ളത്. അപ്പോഴും കൃത്യമായി ഒരു ചര്യയോടുകൂടി പ്രാർത്ഥന തുടർന്നു വന്നത് പലപ്പോഴും വീടുകളിലെ പ്രാർത്ഥനയോടനുബന്ധിച്ചും ഇതൊക്കെ തന്നെ അനുവർത്തിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നൊവേനയുടെ 50-ാം വർഷത്തിൻ്റെ സന്തോഷത്തിലാണ് കായൽപ്പുറത്തെ ഇടവക നിവാസികൾ. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കിയാലും, എൻ്റെ ചെറുപ്പം മുതൽ ഈ ബുധനാഴ്ച ദിവസം സ്കൂളിൽ നിന്ന് ഓടി പള്ളിയിൽ വരികയും യൗസേപ്പിതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ നിന്ന് നൊവേന പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തത് ഇന്നും വളരെ സജീവമായിട്ട് ഓർക്കുകയാണ്. ഒരു പരിധിവരെയൊക്കെ ഞങ്ങളുടെയൊക്കെ ദൈവവിളിയുടെ കാരണവും ഈ കായൽപ്പുറം പള്ളിയാണ് എന്ന് അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്. കാരണം ഇവിടുത്തെ ആരാധനയും പരിശുദ്ധ കുർബാനയും ഗായക സംഘവുമൊക്കെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എത്രമാത്രമാണ് എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ ആശ്ചര്യകരമായ മറ്റൊരു വസ്തുത, ഞാൻ വൈദികനായതിനു ശേഷം ചെല്ലുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തന്നെ ചമ്പക്കര ഇടവകത്തിൽ, കറുകച്ചാലിലെ ചമ്പക്കര ഇടവകയിൽ ചെല്ലുമ്പോൾ അവിടെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നൊവേന ചൊല്ലിയപ്പോഴും അവിടുത്തെ പുസ്തകം കണ്ടപ്പോഴാണ് അതിശയം തോന്നിയത്. കായൽപ്പുറത്തെ അതേ പുസ്തകം തന്നെ അവിടെയും ഉപയോഗിക്കുകയാണ്. ഒത്തിരിയേറെ അഭിമാനം തോന്നിയ ഒരു സമയമായിരുന്നു അത്.
യൗസേപ്പ് പിതാവിൻ്റെ ആ പാട്ടുകളെല്ലാം ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ കുട്ടികൾക്കും ആബാലവൃത്തം ജനങ്ങൾക്കും മനഃപ്പാടമാണ്. അത് എത്രമാത്രം ആത്മീയതയിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ളതും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി അന്നത്തെ യുവജനങ്ങളായിരുന്ന ആളുകൾ, സ്നേഹമുള്ള തൊമ്മിക്കുഞ്ഞി സാറും ബാബുച്ചായനുമൊക്കെ മോണ്ടലത്തിലിരുന്ന് സംസാരിച്ചപ്പോൾ ഒരു ദൈവികമായ ഒരു അനുഗ്രഹം അവർക്ക് കിട്ടുകയും അതിൻ്റെ ഫലമായിട്ട് യൗസേപ്പ് പിതാവിനെ ഓർത്തുകൊണ്ടൊരു നൊവേന ഉണ്ടാക്കുവാനായിട്ട് അവർ തയ്യാറാവുകയും ചെയ്തു. ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് അവർക്ക് ലഭിച്ചുകൊണ്ടാണ് അവരുടെ വഴികളിൽ യാതൊരു തടസ്സവുമില്ലാതെ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ നൊവേന കിട്ടുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അഭിമാനത്തോടുകൂടി ഞങ്ങളുടെ ഇടവകയെ ഞങ്ങൾ ഓർക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ആത്മീയമായ വളർച്ചയ്ക്കും അത് കാരണമാണ് എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ എന്നെ തന്നെ അവതരിപ്പിക്കുകയാണ്. കായൽപ്പുറം ദേവാലയത്തിൻ്റെ പ്രത്യേകത വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ള ഒരു ദേവാലയം വിശ്വാസികളാൽ ഉയർത്തപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിട്ട് മറ്റാരാലും പ്രഖ്യാപിക്കപ്പെടാതെ ചരിത്രപരമായിട്ട് സ്വയം തീർത്ഥാടന കേന്ദ്രമായിട്ട് വളർന്നു വന്ന ഒരു ദേവാലയമാണ് ഈ കായൽപ്പുറം സെൻറ്റ് ജോസഫ് ദേവാലയം. നാനാജാതി മതസ്ഥർക്ക്, കായൽപ്പുറത്തും കുട്ടനാട്ടിലുമുള്ള എല്ലാവർക്കും ജാതിമത ഭേദമന്യേ വിശുദ്ധ ഔസേപ്പ് പിതാവ് എല്ലാവരുടെയും അപ്പനാണ് എന്നാണ് അറിയപ്പെടുക. ഹിന്ദുക്കളും എല്ലാ സമൂഹങ്ങളും ദേവാലയത്തിലേക്ക് എത്തിച്ചേരുകയും ഞങ്ങളുടെ അപ്പനെ കാണുവാനായിട്ട് വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തെക്കൻ മേഖലകളിൽ നിന്നും ധാരാളം തീർത്ഥാടകർ ഈ ദേവാലയം സന്ദർശിക്കുകയും ഔസേപ്പ് പിതാവിനെ കണ്ടു വണങ്ങി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിരവധി അത്ഭുതങ്ങളാണ് ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് ഈ നാടിനും നാനാജാതി മതസ്ഥർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുവാനും അതുപോലെ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനും മറ്റ് പല വിധത്തിലുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളും ഔസേപ്പ് പിതാവിൻ്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ സാധിച്ചു കിട്ടും എന്ന ഒരു വിശ്വാസം എല്ലാവർക്കുമുണ്ട്. ഈ അടുത്ത കാലത്താണെങ്കിൽ പോലും കുളുങ്ങുന്ന ഇടവകയിലെ ഒരു വ്യക്തി ആശുപത്രിയിൽ ചെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞ് ഓപ്പറേഷന് വിധേയനാകാൻ പോവുകയാണ്. അദ്ദേഹം ഔസേപ്പ് പിതാവിൻ്റെ ഭക്തനാണ്. ഔസേപ്പ് പിതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ശരീരത്തിൽ കത്തിവെക്കാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിച്ചു. തിയേറ്ററിൽ ഓപ്പറേഷന് വേണ്ടി വിധേയനാകുന്ന ആ സമയത്ത് തിയേറ്ററിൽ അഡ്മിറ്റായി. എന്നിട്ട് പോലും ഡോക്ടർമാർ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കാതെ വരികയും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്തതായിട്ട് അദ്ദേഹം ഈ ദേവാലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ നിരവധിയായ അത്ഭുതങ്ങളാണ് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. എനിക്കും വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. സഹനത്തിൻ്റെ വേളകളിലൊക്കെയും യൗസേപ്പ് പിതാവിൻ്റെ ഗുണമായിരുന്ന ക്ഷമ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ജീവിതത്തിലെ ശാന്തതയ്ക്ക് കാരണം അതാണ് എന്നെനിക്ക് ബോധ്യമായി പറയുവാൻ സാധിക്കും. അപ്പോൾ ഇത്ര വ്യാപകമായ രീതിയിൽ ഈ വിശുദ്ധരുടെ ജീവിതവുമായിട്ട് മറ്റു ജനങ്ങളെ അടുപ്പിക്കാനുള്ളൊരവസരം ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമാണ്. ഇതിനൊരു നിമിത്തമായി എനിക്ക് അതിന് വന്നു ചേരാൻ സാധിച്ചത് ഒരിക്കലും ഇത് എൻ്റെ കഴിവല്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു നിമിത്തമാകാൻ എന്നെ ദൈവം ഉപകരണമാക്കിയ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. നിങ്ങളോടും നന്ദിയുണ്ട്.